ഒരു മനുഷ്യനും ജനിക്കുന്നത് നെഗറ്റീവ് ഷെയ്ഡും പോസിറ്റീവ് ഷെയ്ഡും കൊണ്ടല്ല മോനെ. വ്യക്തികളുടെ പ്രവർത്തനങ്ങളാണ് ഒരു വ്യക്തിയെ നെഗറ്റീവ് ഷെയ്ഡ്. ഇപ്പം ബിഗ് ബോസ് സീസൺ 2 ഞാൻ മുളക് തേച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് കഴിഞ്ഞ 5 വർഷം കൊണ്ട് ചിലർ ആ ഒരു ഇൻസിഡൻറ്റ് പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. ഞാൻ പറയുന്നു, പർപ്പസീവായിട്ടോ അല്ലെങ്കിൽ മുളക് അരച്ചുകൊണ്ട് പോയി കൊടുത്തോ അല്ലെങ്കിൽ വെറുതെ നിൽക്കുന്ന ഒരാളിൻ്റെ മുഖത്ത് കൊണ്ട് മുളക് അരച്ച് തേക്കുകയോ അങ്ങനെ ഒന്നും ആയിരുന്നില്ല. ഞാനത് മുളകെന്ന് സമ്മതിച്ചില്ലായിരുന്നെങ്കിൽ അത് മുളകെന്ന് അറിയത്തുപോലും ഇല്ലായിരുന്നു. സംശയം ഉണ്ടോ? ഇല്ല. കാരണം 100-ലധികം ക്യാമറയുള്ള ആ ബിഗ് ബോസ് ഹൗസിനകത്ത് ഞാൻ മുളക് എടുക്കുന്നതോ ക്യാരറ്റ് എടുക്കുന്നതോ ബീറ്റ്റൂട്ട്, ഞാൻ ഒരുപാട് സാധനങ്ങൾ എടുത്തിരുന്നു. ആ എടുത്തിരുന്ന പലതും ഒരു ക്യാമറയിലും ഇല്ല. അപ്പോൾ പിന്നെ എങ്ങനെയാണ് ഞാൻ ഇത് പുറത്തു വന്നത്? ഞാൻ സത്യസന്ധത പുലർത്തുന്ന വേദം, ബൈബിളും ഖുർആനും കീഴിൽ വേദത്തിലൂടെ സഞ്ചരിക്കുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് എനിക്ക് കൃത്യമായിട്ട് സത്യം പറയണമെന്ന് ബോധമുള്ളത് കൊണ്ട് ഞാൻ ആ മുളക് നീരെന്ന് പറയുന്നവരാണ് ഇതുപോലെ തള്ളവിരലിൽ ഒന്ന് നുള്ളിയൊരു സംഭവമാണ്. അപ്പോൾ ആ ഒരു സംഗതി, അപ്പോൾ അത് ഒരു ഗെയിമാണ്. ഗെയിം എന്ന് പറയുന്നത് ഒരു വികൃതി കുട്ടികളുടെ സ്കൂൾ എന്ന് പറയുന്ന ആ ഒരു ഗെയിം. അപ്പോൾ ആ ഗെയിമിനകത്ത് എനിക്കത് കാണിക്കേണ്ട ആ ഷോയുടെ ഏറ്റവും ബെസ്റ്റാക്കി ചെയ്യണം എന്ന ആഗ്രഹമുള്ളതുകൊണ്ട് എനിക്ക് പുറത്ത് ഇത്രയും മാസീവ് സപ്പോർട്ട് ഉണ്ടെന്നുള്ളത് എനിക്ക് അറിഞ്ഞേ കൂടാ. വരുന്ന വൈൽഡ് കാർഡുകളൊന്നും എന്നോടൊന്നും പറയാറുമില്ല. പുറത്ത് സപ്പോർട്ട് ഉണ്ടെന്ന് അറിഞ്ഞെങ്കിൽ ഞാൻ മിണ്ടായിരുന്നാൽ മാത്രം മതിയായിരുന്നു. അപ്പം ഞാൻ എന്നെ വെച്ചാണ് ആരെ കമ്പയർ ചെയ്തത്? നെവിനെ കമ്പയർ ചെയ്തത്. ഞാൻ എപ്പോഴും ഓരോരുത്തർ കളിക്കുമ്പോഴും, ഇപ്പം അനീഷിനെ തൊട്ട് അല്ലെങ്കിൽ അനുമോളെ തൊട്ട് ഓരോ സീസണിൽ ഓരോരുത്തർ വരുമ്പോഴും, ഇപ്പം ഞാൻ ജിൻഡോയെ ഇവിടെ നിങ്ങളുടെ മുമ്പ് വെച്ച് തന്നെ ജിൻഡോയുടെ എതിർത്ത് പറഞ്ഞ കാര്യം, ഓരോ സീസണിൽ ആർട്ടിസ്റ്റ് വരുമ്പോഴും ഞാൻ എന്നെ അവരെയായിട്ടാണ് കോറിലേറ്റ് ചെയ്യുന്നത്. അപ്പം അവർ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ എനിക്ക് ഊഹിക്കാൻ പറ്റും എന്താണ് ഇതിന് പുറകിലുള്ള സംഭവങ്ങളെന്ന്. ഒരു സാധാ പ്രേക്ഷകൻ കാണുന്നതിനേക്കാൾ ഇതിൽ കളിച്ചിട്ടുള്ള പ്രവർത്തിച്ചിട്ടുള്ള ഒരു വ്യക്തി എന്നുള്ള നിലയിൽ എനിക്കത് കൃത്യമായിട്ട് കുറേയേറെ മനസ്സിലാക്കാൻ പറ്റും. അപ്പം ഞാൻ ആദ്യം തെറ്റിദ്ധരിച്ചതിൻ്റെ കുറ്റബോധം കൂടെ കൊണ്ടിട്ടാണ് കഴിഞ്ഞ ഒരു 3-4 ആഴ്ച കൊണ്ട് നെവിനോട് എനിക്ക് ഒരു നീതി പുലർത്തണം എന്ന ആഗ്രഹത്തോടെ, നെവിൻ ആരാന്ന് എനിക്കറിയില്ല, എന്നെ നെവിൻ അറിയാമെന്ന് എനിക്കറിയില്ല, ചിലപ്പോൾ നെവിൻ എന്നെ അറിയാമായിരിക്കാം, പക്ഷേ ഞാൻ നെവിനെ കണ്ടിട്ടില്ല, മിണ്ടിയിട്ടില്ല, പരിചയപ്പെട്ടിട്ടില്ല. നെവിൻ്റെ ഫ്രണ്ട്സുകൾ ആരുമായിട്ടും എനിക്ക് ഒരുതരം കോൺടാക്റ്റ് ഇല്ല. ഞാൻ ചലഞ്ച് ചെയ്യുന്നു, നിങ്ങൾ സോഷ്യൽ മീഡിയ ഉള്ളതല്ലേ, ഞാനും അവരുമായിട്ടുള്ള എന്തെങ്കിലും ഒരു ഫോട്ടോ നിങ്ങൾക്ക് കാണിക്കാൻ പറ്റുമെങ്കിൽ കൊണ്ടുവരും. ഞാൻ 1 ലക്ഷം രൂപ കടം വാങ്ങിച്ചെങ്കിലും നിങ്ങൾക്ക് തരാം. കള്ളത്തനം ഉണ്ടാക്കരുത്. അപ്പം അവിടെ നെവിനെ ഇപ്പം ഞാൻ സപ്പോർട്ട് ചെയ്യുന്നു. ഒരു പക്ഷേ പുറത്തിറങ്ങുമ്പം നെവിന് എന്നോട് സ്നേഹമെല്ലാം ഉണ്ടെങ്കിൽ ചിലപ്പോൾ എന്നെ വിളിക്കും, നന്ദി പറയുമായിരിക്കും. ഇല്ലെങ്കിൽ ജിൻഡോ പുറത്തിറങ്ങിയിട്ട് ഇന്നല്ലേ ആദ്യമായിട്ട് പറഞ്ഞത്, ജിൻഡോ ബിഗ് ബോസിൽ പോയപ്പോഴത്തേക്ക് ഞാൻ 4 വട്ടം വിളിച്ച് ഞാൻ എൻ്റെതായ രീതിയിലുള്ള അത് എക്സ്പീരിയൻസ് ഉള്ളവരോട് ചോദിച്ചറിയാൻ നല്ലതാണ്. അങ്ങനെ ഞാൻ എല്ലാ സീസണിലും 2-3 പേർക്ക് ട്രെയിനിങ് കൊടുക്കുമെന്നല്ല, എൻ്റെ